പൈങ്കണ്ണൂർ മഹാക്ഷേത്രത്തിലെ വിഷ്ണു ക്ഷേത്രത്തിൽ ആദ്യമായി ആരംഭിച്ച ഉദയാസ്തമന പൂജാദിനത്തിൽ തന്നെ മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ എം.ആർ. മുരളിക്കും ദേവസ്വം ബോർഡ് അംഗം സുധാകുമാരിക്കും മറ്റു ദേവസ്വം ബോർഡ് പ്രതിനിധികൾക്കും സ്വീകരണം നൽകി. സ്വീകരണ ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാലടി പടിഞ്ഞാറേടത്തുമനക്കൽ ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി. ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ വി.ടി. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ എം.ആർ. മുരളി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മലബാർ ദേവസ്വം ബോർഡ് അംഗം സുധാകുമാരി, മലബാർ ദേവസ്വം ഏരിയ മെമ്പർ പവിത്രൻ, മലബാർ ദേവസ്വം ബോർഡ് മഞ്ചേരി ഡിവിഷൻ ഇൻസ്പെക്ടർ ബാബുരാജ് എന്നിവർ പ്രസംഗിച്ചു. അതിന് ദേവസ്വം ബോർഡിന്റെ എല്ലാ നിലയിലുമുള്ള ഇടപെടലുണ്ടാകും എന്നാണ് എനിക്ക് പൊതുവായി നിങ്ങളോട് പറയാനുള്ളത്. എന്തായാലും ശബരിമല ഇടത്താവളം ഈ മലപ്പുറം ജില്ലയിൽ തന്നെ മറ്റൊരു ക്ഷേത്രത്തിൽ നേരത്തെ സർക്കാർ കണ്ടതാണ്. അത് നിർഭാഗ്യവശാൽ അവിടെ യാഥാർത്ഥ്യമായില്ല. നമ്മുടെ തന്ത്രിക്കറിയാം, അദ്ദേഹം തന്നെ തന്ത്രിയായിട്ടുള്ള മറ്റൊരു ക്ഷേത്രമാണ്. അല്ലെങ്കിൽ ഒരു നന്നായി ഒന്ന് കുളിച്ചു തൊഴാനോ അല്ല, പരമാവധി അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും നമ്മുടെ ക്ഷേത്രം ഇപ്പോൾ പര്യാപ്തമല്ല. ആയതുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിന് ഒരു ഇടത്താവളം അനുവദിച്ചു തരണമെന്നാണ് ഈ സദസ്സിൻ്റെ പേരിൽ മലബാർ ദേവസ്വം ബോർഡിനോട് നമുക്ക് അപേക്ഷിക്കാനുള്ളത്. സ്വീകരണ ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ക്ഷേത്ര നവീകരണ കമ്മിറ്റി പ്രസിഡന്റ് വി.ആർ. ഉണ്ണികൃഷ്ണൻ, ക്ഷേത്രം ആഘോഷ കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ.ജി. മോഹനൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ബാലാജി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നവീകരണ കമ്മിറ്റി സെക്രട്ടറി എൻ.കെ. ബാബു നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ. നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ്. ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ. പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം. ചാസിയ സിൽക്സ്, വളാഞ്ചേരി.